പറഞ്ഞ സ്ഥലങ്ങളൊക്കെ റാന്നിയും കോന്നിയും ആറന്മുളയും ഒക്കെ വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു ഇന്നലെ. ഇന്നും സമാനമാണ് അവസ്ഥയെന്ന് ഇപ്പൊ ശ്രീരാജന്റെ ഫ്രെയിം കാണുമ്പോൾ മനസ്സിലാവുന്നു. സേതു, അതാണ് ആറന്മുളയിലെ അവസ്ഥ. ഇതാണ്, പല വീടുകളിലും വെള്ളം കയറി. റാന്നിയിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതിനനുസരിച്ച് ആറന്മുളയിലെ പല ഭാഗങ്ങളിലേക്കും വെള്ളം കയറുന്നു എന്നതാണ് ഏറ്റവും ഗുരുതരമായ സാഹചര്യം, അല്ലെങ്കിൽ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം. ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ തൊട്ടടുത്ത ക്യാമ്പിലേക്ക് മാറ്റി. അമ്മ ഇപ്പൊ ക്യാമ്പിലേക്ക് മാറിയല്ലേ? ഞങ്ങളിപ്പോ അങ്ങോട്ട്. എപ്പോഴായിരുന്നു വെള്ളം ഇത്രയും കയറിയത്? 12 മണി. അവിടെ ഇരിക്കുവായിരുന്നു. രാത്രി മൊത്തം വെള്ളം കയറിക്കൊണ്ടിരിക്കുക. എങ്ങനെ ക്യാമ്പിലോട്ട് ഇപ്പൊ എത്ര പേരുണ്ട് അറിയത്തില്ല, ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. സാധനങ്ങളെല്ലാം അകത്തല്ലേ? ഒന്നും പറക്കിയിട്ടില്ല, യാതൊരു സാധനം എല്ലാം ഒഴുകി നടക്കുക. സാധനമല്ല. അതാണ്, ഈ വീട്ടിലെ സാധനങ്ങളെല്ലാം തന്നെ അകത്തായിരുന്നുള്ളത്. വളരെ പെട്ടെന്ന് വെള്ളം കയറുകയായിരുന്നു ഈ ഭാഗത്തേക്ക്. ഇവിടെയുള്ള നിരവധി കുടുംബങ്ങൾ തൊട്ടടുത്തുള്ള ക്യാമ്പുകളിലേക്ക്, ആറന്മുള സ്കൂളിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് രമേശൻ ചേട്ടനാണ്. രമേശന്റെ വീടിനകത്തേക്കും വെള്ളമെല്ലാം കയറി. ചേട്ടാ, മൊത്തം വെള്ളമല്ലേ? അകത്തെല്ലാം വെള്ളമായല്ലേ? ഇറങ്ങാനൊക്കത്തില്ല, മൊത്തം വെള്ളമാണ്. ഭയങ്കര വെള്ളം, പെട്ടെന്നായിരുന്നു വെള്ളം വന്നത്. അതുകൊണ്ട് സാധനമൊന്നും മാറ്റാൻ പറ്റില്ല. നമുക്ക് ഒത്തിരി ഇതായി. സിലിണ്ടറെല്ലാം ഒലിച്ചു പോയി. പിന്നെ രാത്രി ഉറക്കുള്ള ചോര കിട്ടാവുന്നെല്ലാം ഓടി ഇറന്ന് പറക്കേണ്ടി വന്നു. ഇനി സാധനങ്ങളെല്ലാം പറക്കാൻ കിടക്കുന്നു. അവിടെ എല്ലാം ഒഴുകി കിടക്കുക ഓരോ സാധനങ്ങൾ. വെടിവെടിന്നായിരുന്നു വെള്ളം കയറിയത്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എത്ര പേരുണ്ട് വീട്ടില്? ഇവിടെ ഞാനും വൈഫും മക്കൾ 2 പേരും. അവിടെ അപ്പച്ചിയും അളിയനും. എല്ലാവരും ക്യാമ്പിലോട്ട് മാറിയോ? ഇല്ല, മാറിയില്ല. മാറാനായിട്ട് ഉള്ള സമയമൊന്നും കിട്ടിയില്ല, പെട്ടെന്നായിരുന്നു. രാത്രിയാണോ? രാത്രിയിലായിരുന്നു. അതിനിടയ്ക്ക് മഴയുണ്ടായിരുന്നു. അവിടെ ആദ്യം അങ്ങിപ്പുറത്ത് ഇച്ചിരി വെള്ളം ഉള്ളായിരുന്നു, ഇങ്ങോട്ട് വെള്ളമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ രാത്രി നല്ല പെട്ടെന്നൊരു മഴയും ആ സമയം കൊണ്ട് വെള്ളം കയറി. ഞങ്ങൾ ഉറക്കത്തിൽ നിന്നായിരുന്നു പെട്ടെന്ന് എല്ലാം അറിഞ്ഞു. അതുകൊണ്ട് ഒന്നും മാറ്റാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അകത്ത് ഉറങ്ങി കിടക്കുമ്പോഴാണ് വെള്ളം ഉറങ്ങി കിടക്കുമോ? ഇവിടെ ഞങ്ങൾ കിടക്കുന്നത് പിള്ളേർ 2 ഇതിനകത്ത് കിടക്കുന്നത്. വലിയ സ്ഥല സൗകര്യമൊന്നും ഇല്ലാത്ത വീട്, ചെറിയ വീടുകളാണ്. പക്ഷെ പെട്ടെന്നായിരുന്നു വെള്ളം കയറിയതുകൊണ്ട് ഒന്നും മാറ്റാൻ പറ്റിയില്ല. തുണിയോ ഫർണിച്ചറോ ഒന്നും മാറ്റിയില്ല. അത്യാവശ്യം സാധനം, കുഞ്ഞുങ്ങളുടെ ബുക്കും പുസ്തകം മാത്രം എടുത്ത് സെൽഫി വെക്കാൻ പറ്റും. അതുകൊണ്ട് അത് നനയാതിരുന്നു. ബാക്കി ഒത്തിരി സാധനങ്ങൾ പോയി. ഗ്യാസ് സിലിണ്ടറെല്ലാം ഒലിച്ചു പോയി. ഒരെണ്ണം പിടിച്ചോണ്ട് വന്ന് അവിടെ കെട്ടിയിട്ടേക്കുക. ഒരെണ്ണം എവിടെയോ പോയിട്ടുണ്ട്, കിട്ടിയില്ല. അതാണ്, ഈ വീട്ടിനുള്ളിലെ സാധനങ്ങളൊന്നും തന്നെ മാറ്റാൻ ഉള്ള ഒരു സമയം കിട്ടിയില്ല. ചേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം ഇല്ലായിരുന്നു ഇവിടെ നിന്ന് മാറണം? ഒരു നിർദ്ദേശവും ഇല്ലായിരുന്നു. ആരും ഒന്നും വന്ന് പറഞ്ഞു? ഒന്നുമില്ല. ഇപ്പം രാവിലെയാണ് സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ കിട്ടിയത്. ഇനിയും വെള്ളം പൊങ്ങും, അതുകൊണ്ട് സാധനങ്ങളെല്ലാം മാറ്റാൻ പറഞ്ഞു. ഇപ്പം ഇന്നലെ തന്നെ പലയിടങ്ങളിലും വെള്ളം കയറിയില്ല. അപ്പൊ നമുക്ക് മുൻപൊക്കെ നമ്മളടുത്ത് മാറാൻ പറയുമായിരുന്നു. ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ലായിരുന്നു. ഉച്ചകാലത്ത് തെക്കേമല ഭാഗം, പരമട്ടുപിടിക്ക ഭാഗം വരെ ഉച്ചയ്ക്കൊക്കെ വെള്ളം ഉള്ളായിരുന്നു. ഇങ്ങോട്ട് വലിയ ശല്യമില്ലായിരുന്നു. അപ്പം മഴയൊന്നും ഇല്ലായിരുന്നു. അവിടെ വള്ളസദ്യക്ക് വന്നവരെല്ലാം ഈ പോലീസുകാരുടെ സഹായത്തോടു കൂടി അവിടെ എവിടെയും വിടുകയൊക്കെ ചെയ്തു. അന്നേരം നമുക്ക് ഇവിടെ വെള്ളത്തിൻ്റെ യാതൊരു ശല്യങ്ങളും ഇല്ലായിരുന്നു. പക്ഷെ രാത്രിയിലാണ് പഴയത് വെള്ളം പൊങ്ങിയത്. നമ്മുടെ അടുത്ത് എപ്പോഴാണ് ഇവിടെ നിന്ന് മാറാനുള്ള ഒരു നിർദ്ദേശം തന്നത്? രാവിലെയാണ് പറഞ്ഞേക്കുന്നത്. ഇതുവരെ പറഞ്ഞില്ല? ഇല്ല, ഇപ്പം രാവിലെയാണ് പറഞ്ഞേക്കുന്നത്. ഇനിയും വെള്ളം പൊങ്ങാൻ സാധ്യത ഉണ്ട്, അതുകൊണ്ട് മാറാൻ പറഞ്ഞു. പക്ഷെ മാറാനും നമ്മളിപ്പോൾ വെള്ളം പൊങ്ങി നമുക്ക് പോകേണ്ടതെല്ലാം പോവുകയും ചെയ്തു. ഞങ്ങളവിടെ ഉറക്കളിച്ച് കുത്തിയിരിക്കുമായിരുന്നു. സേതു, അതാണ്, ഇതിൽ നിർദ്ദേശം നൽകാൻ, ഈ ആളുകൾ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനുള്ളൊരു കൃത്യമായ നിർദ്ദേശം നൽകാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് ഇന്നലെ മുതൽ തന്നെ ആളുകൾ പറയുന്നുണ്ട്. ആറന്മുളയിൽ സ്വാഭാവികമായും വെള്ളം ഉയരും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. റാന്നിയിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ആറന്മുള ഭാഗത്തേക്ക് വെള്ളം കയറുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. മുൻ വർഷങ്ങളിലെയും അനുഭവം അങ്ങനെ തന്നെയാണ്. പക്ഷേ ആളുകളോട് ഇവിടെ നിന്ന് മാറി താമസിക്കാനോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാനുള്ള നിർദ്ദേശം ഇതുവരെയും ആരും നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്ന് ആളുകൾ പറയുന്നതും അങ്ങനെയാണ്. ഇപ്പോൾ ഇന്ന് ഈ വെള്ളം കയറിയതിനു ശേഷം മാത്രമാണ് ഈ വീട്ടുകാരോടക്കം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാൻ പറഞ്ഞത്. അങ്ങനെ ഒരു നിർദ്ദേശം വരുമ്പോഴേക്കും അവരുടെ വീടിനുള്ളിൽ വെള്ളം കയറി വസ്ത്രങ്ങൾ, ഫർണിച്ചർ ഉൾപ്പെടെയുള്ള മുഴുവൻ സാധനങ്ങളും വെള്ളത്തിൽ മുങ്ങിയ ശേഷമാണ് അവരോട് പറയുന്നത് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്, മാറണമെന്ന്. എന്തായാലും ഈ നിർദ്ദേശങ്ങൾ നൽകുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ആളുകളോട് കൃത്യമായി അവിടെ നിന്ന് മാറാൻ